അപ്പാ, ഇന്ന് ഞാൻ അമ്മമ്മയുടെ കൂടെ കടന്നോട്ടെ? ആ, കിടന്നോളൂ. ഇന്നാ മോളെ, പുതുപ്പ് കൂടെ കൊണ്ടുപോയിക്കോളൂ. ദേ, പുറത്ത് നല്ല തണുപ്പുണ്ട്. വാ മോളെ. അമ്മാമ്മേ, ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കിയൊന്ന് പറഞ്ഞു തരാമോ? യേശുവിനെ കുരിശിൽ ആണിയടിച്ചിട്ട് മരിച്ചോ? മരിച്ചു കുട്ടിയേ. അങ്ങനെ യേശുവിന്റെ ശരീരം കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ വെച്ചു. എന്നിട്ട് പടയാളികളെ കാവലും നിർത്തി. അങ്ങനെ ഒരു കള്ളപ്രവാചകന്റെ കാലവും കഴിഞ്ഞിരിക്കുന്നു. കല്ലറടച്ച് മുദ്ര വയ്ക്കണം. അവന്റെ ശിഷ്യന്മാർ വന്ന് ശവശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയേക്കാം. കാവൽ ശക്തമാക്കൂ. എന്തിനാണാവോ ഈ ചതിയന്റെ ശവകുടീരത്തിന് നമ്മൾ കാവൽ നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രമാണിമാർ ഈ മനുഷ്യനെ ഭയപ്പെട്ടിരുന്നു എന്നാണ്. അതെ, ഈ മനുഷ്യന് മാന്ത്രിക പ്രവർത്തികൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യന്റെ മരണസമയത്ത് അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അവന്റെ മരണം സത്യമാണ്. 3 ദിനരാത്രങ്ങൾ കാവൽ ശക്തമാക്കണം. മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നായിരുന്നല്ലോ അവന്റെ പ്രവചനം. ഇവൻ ദൈവപുത്രനൊന്നുമല്ല. അത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതിനാണ് കല്ലറ മുദ്ര വച്ചിരിക്കുന്നത്. നീ കേട്ടിട്ടില്ലേ യേശുവിന്റെ ശരീരം കല്ലറയിൽ നിന്ന് അപഹരിക്കുമെന്ന്? അങ്ങനെ സംഭവിച്ചാൽ ആ കൊണ്ടുപോകുന്നവന്റെ ശരീരം ഇവിടെ കടന്നു പറയും. ഇനി സർവാധികാരം നമുക്കാണ്. ഇനി നമ്മുടെ ഭരണം. യഹൂദന്മാരുടെ രാജാവ് പോലും. ഇത്രയും നാൾ അവൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ നടന്നു. തന്നെ രക്ഷിക്കാൻ ഈ രക്ഷകന് കഴിഞ്ഞില്ല. ഇനി അവൻ പറഞ്ഞതുപോലെ ശരിക്കും 3-ാം നാൾ തിരിച്ചു വരുമോ? ഈ വീഞ്ഞിന്റെ ലഹരിയിൽ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വെറുതെ വിളിച്ചുകൂവാതെ. അല്ല, അവൻ ഒരിക്കൽ മരണപ്പെട്ടു പോയ ഒരാളെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് ആളുകൾ പറഞ്ഞു കേട്ടിരുന്നു. അതൊക്കെ അവന്റെ സൂത്രങ്ങളല്ലേ. ആളുകളെ കബളിപ്പിക്കാൻ അവൻ പണ്ടേ മിടുക്കനാ. അമ്മാമ്മേ, ഒരു തെറ്റും ചെയ്യാതെയാണോ യേശുവിനെ ആണിയടിച്ചു കൊന്നത്? അപ്പോ യേശുവിന്റെ അമ്മയ്ക്ക് കുറേ സങ്കടമായി കാണില്ലേ അമ്മയുടെ മോൻ മരിച്ചു കഴിഞ്ഞപ്പോ? പിന്നെ ഒത്തിരി സങ്കടമായി അമ്മയ്ക്ക്. അമ്മ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു. അമ്മയുടെ നെഞ്ചിലുണ്ടല്ലോ ഒരു വാൾ കയറിയതുപോലെയുള്ള വേദനയായിരുന്നു. ഉൾപ്പാടിൽ ചെന്തിപ്പാറ്റും ആലയുടെ മടിയിലിന്ന് ആപത്തിൽ പാറിപ്പയറ്റ ചുരികയുണ്ടോ? മക്കളുടെ ചങ്കിൽ തറയ്ക്കും വിഷം തൊട്ട കൂരമ്പിൻ കമ്പ് ഊരി മാറ്റി മരുന്നു പൊത്താൻ കോമരമുണ്ടോ? മഞ്ഞിതിൽ കാറ്റുറയുമ്പോൾ ചെങ്കനല്ലോർമ്മയാകുമ്പോൾ ചൂട് തന്ന് പാടിയുറക്കാൻ ഈശ്വരനുണ്ടോ? ദേശം ആളും തമ്പ്രാനാരോ കാതിലോതാനാളുണ്ടോ? നിനവുണ്ടോ നെഞ്ചുണ്ടോ
അഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേയും ഒന്നാവണം. മനമുണ്ടോ നെഞ്ചുണ്ടോ കനമുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെയും ഒന്നാകണം. അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേയും ഒന്നാവണം. യേശുവിന്റെ മരണത്തിന് ശേഷം ജെറുസലേം നഗരം മുഴുവൻ നിശബ്ദത നിറഞ്ഞു. ആളുകൾ ഒന്നും പുറത്തിറങ്ങുന്നില്ല. എല്ലാം നിശ്ചലമായി മാറി. മോനെ എന്ത് ഉറങ്ങാത്തേ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അമ്മേ. കണ്ണടച്ചാൽ ആരും എന്നെ നോക്കുന്ന പോലെ തോന്നാ. മോനെ അതൊക്കെ തോന്നുന്നതാ. മോൻ കണ്ണടച്ച് ഉറങ്ങിക്കോ. അമ്മയില്ലേ ഇവിടെ? എന്താ അമ്മേ ഇപ്പൊ ആരും പുറത്തിറങ്ങാത്തെ? എല്ലാവരും പേടിച്ചിരിക്കുന്ന പോലെ. അമ്മയ്ക്കും ഉണ്ട് മുഖത്താ പേടി. നമ്മൾ മരിക്കും അമ്മ. മോൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തത് ആലോചിക്കുന്നേ? പേടിക്കണ്ട കേട്ടോ. പേടിക്കണം. നിങ്ങളെല്ലാവരും പേടിക്കണം. നശിച്ചു പോയ ഈ ലോകത്തിന് വെളിച്ചമായി ഒരു രക്ഷകൻ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അവനെ കള്ളനാക്കി. അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ പുച്ഛിച്ച് കളിയാക്കി. നിങ്ങൾ കൊന്നുകളഞ്ഞത് വെറും ഒരു ആളെയല്ല, സാക്ഷാൽ ഉടയോന്റെ ഒരേയൊരു പുത്രനായിരുന്നു അവൻ. ആ അവനെയാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇല്ലാതാക്കിയത്. പേടിക്കണം. ഭൂമിയിലെ വെളിച്ചം അവന്റെ കൂടെ പോയി. ദൈവം തന്നതെല്ലാം ദൈവം തന്നെ തിരിച്ചു കൊണ്ടുപോകും. നോഹയുടെ കാലത്ത് ഭൂമിയെ നശിപ്പിച്ചതിനേക്കാൾ തീവ്രതയിൽ ദൈവം എല്ലാം നശിപ്പിക്കും. ഭൂമി മൊത്തം ഇല്ലാതായാലും നമ്മുടെ ഈ പാപത്തിന്റെ കറ നമ്മുടെ കൈകളിൽ നിന്ന് മാഞ്ഞു പോകില്ല. നമ്മുടെ നാളുകളും എണ്ണപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കോപം നമ്മുടെ തലയിൽ ഇടുതി പോലെ വീഴും. നീയും ഞാനും നരകം കാണും. ആരാ അമ്മാമ്മേ അയാൾ? അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അയാൾ പറഞ്ഞതൊക്കെ സത്യാണോ അമ്മാമ്മേ? കഥ കേട്ട് ഉറങ്ങാന്ന് കരുതി വന്നതാ ഞാൻ. ഇതിപ്പോ കഥ പറഞ്ഞ അമ്മാമ്മ ആദ്യം ഉറങ്ങി. ആരാ നിങ്ങൾ? ആരാ? ഭയപ്പെടേണ്ട മോള്, ദൈവത്തിന്റെ ദൂതനെന്ന് കേട്ടിട്ടില്ലേ? ആ, അമ്മാമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ, അമ്മൂമ്മ പറഞ്ഞ കഥയിലെ ദൂതനാണ് ഞാൻ. അമ്മൂമ്മ ഉറങ്ങിയല്ലേ? ബാക്കിയുള്ള കഥ ഞാൻ പറഞ്ഞാൽ മതിയോ? ധാരാളം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷികളായി ഗുരുവിൻ്റെ ഒപ്പം സഞ്ചരിച്ച നാം ഇപ്പോൾ തനിച്ചായി. നമ്മുടെ ഈ ഒറ്റപ്പെട്ട വേദന
സഹിക്കാൻ കഴിയുന്നില്ല. നമ്മളിവിടെ വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇനി ഗുരുവില്ലാതെ നമ്മൾ എന്തിനിവിടെ നിൽക്കണം? വരൂ, നമുക്ക് പോകാം. നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം. ലേവി, അവിവേകം കാണിച്ച് ഇപ്പോൾ ഇവിടെ നിന്നും പുറത്തിറങ്ങേണ്ട. അവർ ചിലപ്പോൾ നമ്മളെയും കുരിശിൽ തറയ്ക്കും. വേനൽക്കാലമായിട്ട് കൂടി എന്തൊരു തണുപ്പ്! പ്രകൃതി ആകെ മാറി മറിയുന്നത് പോലെ ഒരു തോന്നൽ. സത്യത്തിൽ ഇവൻ ദൈവപുത്രനായിരുന്നോ? തന്റെ സംശയം ഇതുവരെ മാറിയില്ലേ? ദൈവപുത്രനായിരുന്നെങ്കിൽ ഇവനെ നമുക്ക് ക്രൂശിക്കാൻ സാധിക്കുമായിരുന്നു. ആണിയടിച്ചപ്പോൾ എന്തേ ക്രൂശിൽ നിന്നും ആ ശക്തൻ എഴുന്നേറ്റ് പോകാഞ്ഞത്? ദൈവപുത്രൻ പോലും. അവൻ 3-ാം നാൾ ഉയർക്കുമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് കാണാം അവൻ ഉയർക്കുമോ എന്ന്. ചോര പൊടിഞ്ഞു വാനം കാൽവരി മാമലേ, ശോണിത ശോഭയാ എൻ രാജൻ ക്രൂശതിൽ. ആമാര തുണിൽ തീർത്തു സിംഹാസനം പ്രിയൻ, മുൾമൂടി കിരീടം മോടിയായി ചാർത്തിയോ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. മേഘമീരുണ്ട് ചേർന്ന് ബെരി മുഴക്കിയേ, ദൂതഗണങ്ങളോ ഘോഷമുണർത്തിയേ. ഭൂമി നാനുത്തു പെയ്തു താതൻ്റെ കണ്ണീരു, ഉള്ളു പീടഞ്ഞതൽ നിറഞ്ഞതാ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ.